നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കണ്ണുനീരുകളും എല്ലാത്തിനും അപ്പുറം കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ അവസ്ഥകളാണ് ഓരോ ദിവസവും കടന്നു വരുന്നത്. എന്നാൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എപ്പോൾ മുതൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉന്നമനം ഉണ്ടാകുന്നത് എന്നാലോചിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല അവസരങ്ങളെയും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ തന്നെ കഴിയും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം ചെമ്പരത്തിയും രണ്ടാമത്തെ ചിത്രം ചെണ്ടുമല്ലിയുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ച് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് കഴിയും. അപ്രകാരം നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ, അതായത് ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് കടന്നു വന്ന നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഇനി കഷ്ടങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. അതായത് ദുഃഖങ്ങളെയും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു ഈശ്വര ശക്തി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പല വിധത്തിലാണ് ജീവിതം നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടുകളെയും ആ കഷ്ടതകളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വര സഹായത്താൽ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കഷ്ടതകൾക്കൊക്കെ ഒരു മാറ്റം വരിക എന്ന് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല. എന്നാൽ എങ്ങനെ നിങ്ങളുടെ അഭിവൃദ്ധിക്കൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകളും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുടേതും എല്ലാത്തിൻ്റെയും കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. കാരണം അർഹതയില്ലാതെ ഒത്തിരി പേർക്ക് സഹായങ്ങൾ നൽകി അവരുടെ അവഗണനകൾ ഏറ്റുവാങ്ങി ഇന്നും ജീവിതത്തോട് പൊരുതി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും കാരണക്കാർ നിങ്ങളാണെന്ന് പറഞ്ഞതിനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാമെന്ന് ആലോചിച്ചു കഴിഞ്ഞാലും അതിൽ തീർച്ചയായിട്ടും നിങ്ങളും കൂടി മനസ്സ് വിചാരിച്ചാൽ മാത്രമേ അത്തരം അവസ്ഥകൾക്ക് ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ദുഃഖങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഈശ്വര ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതിന് യാതൊരു വ്യത്യാസവുമില്ല. കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം മറന്ന് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു 2 മാസത്തിനകം നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനായിട്ട് കഴിയും. അതായത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ചെറിയ അവസ്ഥകൾ, അതുപോലെ ഉപജീവനം നിങ്ങൾക്ക് ലഭ്യമാകുന്ന അവസ്ഥകൾ, വിദ്യാഭ്യാസത്തെ ഓർത്ത് മാനസിക വിഷമം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ എത്രയൊക്കെ പഠനത്തിൽ മികവ് പുലർത്തിയിട്ടും അതിൽ വിജയം കണ്ടെത്താൻ കഴിയാതെ പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ നിങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു വരും. എന്നാൽ തീർച്ചയായിട്ടും അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ പൂർണ്ണമായൊരു വിടുതൽ സാധ്യമാകുമെന്നതും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ചെമ്പരത്തി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് വിവാഹ തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. വരുന്ന 2 മാസം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ചിത്രമായ ചെണ്ടുമല്ലി തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. പലയിടങ്ങളിലും ഇത് ജമന്തി എന്നും ഒക്കെ അറിയപ്പെടാറുണ്ട്.
വളരെയധികം അനുഗ്രഹപൂർണമായ വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഈ രണ്ടാമത്തെ ചെണ്ടുമല്ലി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത്. എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളെ ഒരുപാട് വലയ്ക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോളം പ്രയാസം അനുഭവിക്കുന്ന മറ്റാരുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഒത്തിരി മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നിങ്ങൾ ഈശ്വര വിശ്വാസം എന്ന മഹാദാനത്തെ കൈവിടാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഒരു മാറ്റം കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഉത്തരം തരുവാനായിട്ട് കഴിയുകയില്ല. കാരണം അത്രത്തോളമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ വിശ്വസ്തതയോ അല്ലെങ്കിൽ സമാധാനമോ സന്തോഷമോ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു മൂലധനം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറച്ചധികം സ്വാതന്ത്ര്യം, ഇതൊക്കെ നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഇതിനൊരു ഉയർച്ച കണ്ടെത്താൻ കഴിയുക, എപ്രകാരമാണ് ഇതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാൻ കഴിയുക എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും വരുന്ന കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം അസാധ്യകരമാണ് എന്ന് പറയുകയാണ്. അതായത് വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കാണുവാനായിട്ട് കഴിയുന്നത്. സമാധാനമില്ലാതെ വലയുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു നാൾ മാറ്റമുണ്ടാകും. പക്ഷേ അത് എപ്പോൾ മാറ്റമുണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാലും ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുക. നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ജീവിതങ്ങളും തകർന്നടിഞ്ഞ കുടുംബ ജീവിതങ്ങളും ഒക്കെ നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ കഴിയും. ഇപ്പോഴും പലരും പറയുന്നുണ്ട്, മക്കളെ ഓർത്തു മാത്രം ഞാനിവിടെ കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റമൊക്കെ പലരിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം അവർ ജീവിതത്തെയും മനസ്സിനെയും മാനസികാവസ്ഥയും ഒക്കെ വെറുത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇതിൽ 80% പേരുടെയും ജീവിതം ഇത്തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആരും ആരുടെയും ജീവിതം പുറത്തു പറയുവാനോ അല്ലെങ്കിൽ ആരുടെയും ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനോ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഇത് 4 ചുവരുകൾക്കുള്ളിലും അതുപോലെ ഇവരുടെ മനസ്സുകൾക്കുള്ളിലും ഒതുങ്ങുന്നു. എന്നാൽ തീർച്ചയായിട്ടും ഈ പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും. പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് കൂടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക പ്രയാസമായിട്ട് മാറുക തന്നെ ചെയ്യും. അതിൽ നിന്ന് മറികടക്കുക എന്നുള്ളത് ഒരു ഈശ്വര വിശ്വാസത്തോടുകൂടി നയിക്കുക എന്നുള്ളതും നിങ്ങളുടെ ഒരു അധ്വാനം മാത്രമാണ്. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിൽ ഈശ്വര ചിന്തയുണ്ടായിരിക്കണം. മറ്റു ചിന്തകളൊന്നും വരാതെ തന്നെ, ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ വരാതെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കാത്തു പരിപാലിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.